എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th സെമസ്റ്റർ ബികോമിലെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് 3 മാർക്സ് ക്വസ്റ്റ്യൻസും എസ്സേ പോലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് തന്നെയാണ് സാമ്പിളിംഗ്. നമുക്ക് ഫസ്റ്റ് സാമ്പിളിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. A sample is defined as a smaller set of data that is chosen or selected from a larger population by using a predefined selection method. ഒരു സെലക്ഷൻ മെത്തേഡ് പ്രകാരം ഒരു ലാർജർ പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു സ്മോൾ സെറ്റ് ഓഫ് ഡാറ്റയെയാണ് എന്ത് പറയുന്നത്, സാമ്പിൾ എന്ന് പറയുന്നത്. അതിന് നമുക്കിങ്ങനെയും പറയാം, ഇറ്റ് ഈസ് എ സ്മോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ലാർജ് യൂണിറ്റ്. ഒരു ലാർജ് യൂണിറ്റിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്മോൾ സെറ്റാണെന്ത്, സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിംഗ് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. തന്നിട്ടുള്ള പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾ സെലക്ട് ചെയ്യുന്ന ആ പ്രക്രിയയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സാമ്പിളിംഗ് ഡിസൈൻ ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡെഫിനിറ്റ് പ്ലാൻ ഫോർ ഒബ്റ്റെയിനിങ് എ സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. അതായത് ഗിവൺ പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്ലാന് അല്ലെങ്കിൽ ഒരു ടെക്നിക്, അതാണ് സാമ്പിളിംഗ് ഡിസൈൻ. ഇറ്റ് ഈസ് എ ടെക്നിക് ഓർ പ്രൊസീജിയർ ഇൻ സെലക്ടിങ് ഐറ്റംസ് ഫോർ എ സാമ്പിൾ. ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഐറ്റംസ് സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ ടെക്നിക്കാണ് സാമ്പിളിംഗ് ഡിസൈൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സാമ്പിളിംഗ് ഡിസൈനും അതിൻ്റെ സ്റ്റെപ്സും. ഇനി വരുന്നത് സ്റ്റെപ്സ്, സ്റ്റേജസ്, പ്രോസസ്, പ്രൊസീജിയർ ഇൻ സാമ്പിൾ ഡിസൈൻ. അതായത് സാമ്പിൾ ഡിസൈനിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. 7 സ്റ്റെപ്സ് ആണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പഠിക്കണം. ഫസ്റ്റ് വൺ, ഡിഫൈൻ ദി പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു സാമ്പിൾ ഡിസൈൻ ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് പോപ്പുലേഷൻ്റെ ഡെഫിനിഷൻ. അതായത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ലാർജ് യൂണിറ്റ് എന്ന് പറഞ്ഞല്ലോ. സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് ഒരു ലാർജ് യൂണിറ്റിൽ നിന്നാണ്. ആ ലാർജ് യൂണിറ്റിൻ്റെ കൃത്യമായ ഒരു ഡെഫിനിഷൻ നൽകിയിരിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് വൺ, സ്റ്റേറ്റ് ദി സാമ്പിളിംഗ് ഫ്രെയിം. സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു പോപ്പുലേഷനിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും ലിസ്റ്റ്, ആ ഒരു ലിസ്റ്റിൽ നിന്നാണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. ആ ഒരു ലിസ്റ്റിനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ആ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദി സാമ്പിളിംഗ് യൂണിറ്റ്സ്. അതായത് ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു പോയിന്റാണ്. സാമ്പിളിംഗ് യൂണിറ്റ് റിസർച്ചർ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഒന്നോ ഒന്നിലധികമോ സാമ്പിളിംഗ് യൂണിറ്റ്സ് ആവാം. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് സാമ്പിളിംഗ് മെത്തേഡ്സ്. സാമ്പിളിംഗ് മെത്തേഡ്സ് ഒരുപാടുണ്ട്. പ്രോബബിലിറ്റി മെത്തേഡ്സ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റി മെത്തേഡ്സ് ഉണ്ട്. അതിലേത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം, ക്ലിയർ ആക്കണം. കൂടാതെ ഡിറ്റർമിൻ ദി സാമ്പിൾ സൈസ്. സാമ്പിൾ സൈസ്, അതായത് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ എത്ര ഐറ്റംസ് ആണ് നമ്മൾ സാമ്പിളിന് വേണ്ടി എടുക്കുന്നത്, ആ ഒരു നമ്പറിനെയാണ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്. അത് ഒപ്റ്റിമം ആയിരിക്കണം. അതായത് വളരെ വലുതാവാനും പാടില്ല, വളരെ കുറവാവാനും പാടില്ല. പക്ഷേ എന്തായിരിക്കണം, ആ ലാർജ് യൂണിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നമ്പർ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കണം. നെക്സ്റ്റ് വൺ, സ്പെൽ ഔട്ട് ദി സാമ്പിളിംഗ് പ്ലാൻ. ഈ ഒരു സ്റ്റെപ്പിൽ എന്താണ്, സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഓപ്പറേഷണൽ പ്രൊസീജിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്താ, ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ് പ്രകാരം സാമ്പിൾ സെലക്ട് ചെയ്യുക. ഇത്രയും സ്റ്റെപ്സാണ് സാമ്പിൾ ഡിസൈനിൽ വരുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ക്രൈറ്റീരിയ, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സാമ്പിൾ ഡിസൈൻ. ഏത് ചോദിച്ചു കഴിഞ്ഞാലും ഇനി വരുന്ന 4 പോയിന്റ്സ് എഴുതണം. ക്വാളിറ്റീസ് ചോദിച്ചു കഴിഞ്ഞാലും ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. അതായത് ഒരു ഗുഡ് സാമ്പിൾ ഡിസൈന് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് മസ്റ്റ് ബി എ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ സാമ്പിൾ. അതായത് ലാർജ് യൂണിറ്റിൻ്റെ യഥാർത്ഥമായിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാമ്പിൾ ആയിരിക്കണം ഈ സാമ്പിൾ ഡിസൈൻ പ്രകാരം ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് നോട്ട് കോസ് മോർ എറേഴ്സ്. അതായത് ഈ സാമ്പിൾ ഡിസൈൻ പ്രകാരം ഒരുപാട് തെറ്റുകൾ വരാൻ ഇടവരുത്തരുത്. ഇറ്റ് ഷുഡ് ബി ഫിനാൻഷ്യലി വയബിൾ. അതായത് ഫിനാൻഷ്യലി പ്രായോഗികമായിരിക്കണം ഈ സാമ്പിൾ ഡിസൈനിങ് പ്രോസസ്സ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഏബിൾ ടു കൺട്രോൾ സിസ്റ്റമാറ്റിക് ബയാസ് ഇഫക്റ്റീവ്ലി. അതായത് ബയാസ്, ഒരു പക്ഷപാതം കാണിക്കുന്നതെല്ലാം ഒരു കൺട്രോൾ ചെയ്യാൻ ഉതകുന്നതായിരിക്കണം ഈ സാമ്പിൾ ഡിസൈനിങ് പ്രോസസ്സ്.
ഇത്രയുമാണ് ഒരു ഗുഡ് സാമ്പിൾ ഡിസൈന് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് ഈ മൊഡ്യൂളിൽ എക്സേ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ അല്ലെങ്കിൽ മെത്തേഡ്സ്, ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ്. ഇത് നമ്മൾ ടേബിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 വിധത്തിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയിട്ട് 2 ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ എന്താ തന്നെ ആയാലും പഠിച്ചു വെക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണ്, നെക്സ്റ്റ് വൺ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇതിൽ ഓരോന്നും ചിലപ്പോൾ 3 മാർക്സിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു സെക്ഷനാണ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ. പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വരുന്നുണ്ട്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, സീക്വൻഷ്യൽ സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ കൺവീനിയൻസ് സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, ആക്സിഡന്റൽ സാമ്പിളിംഗ്, ക്വോട്ട സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്. നമുക്ക് നോക്കാം ഓരോന്നും എന്താണെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കൈൻഡ് ഓഫ് സാമ്പിളിംഗ് ഇൻ വിച്ച് എവറി എലമെന്റ് ഇൻ ദ പോപ്പുലേഷൻ ഹാസ് എ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ്. ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്യൂറസ്റ്റ് ഫോം ഓഫ് സാമ്പിളിംഗ് മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൽ ഓരോ എലമെന്റിനും, ഈ പോപ്പുലേഷനിലുള്ള ഓരോ എലമെന്റിനും, ഓരോ മെമ്പറിനും സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത തുല്യമാണ്. അതായത് നമുക്കറിയാം പ്രോബബിലിറ്റി എന്താണെന്ന്. അതായത് ഓരോന്നും സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതകളാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഓരോന്നും സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത തുല്യമാണ്. ആ ഒരു രീതിയിലാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്നത്. അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. ഫസ്റ്റ് വൺ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ എവറി മെമ്പർ ഓഫ് ദി പോപ്പുലേഷൻ ഹാസ് ദി സെയിം പ്രോബബിലിറ്റി ഓഫ് ഇൻക്ലൂഷൻ ഇൻ ദി സാമ്പിൾ. അതായത് ഈ ഒരു ലാർജ് യൂണിറ്റിലെ എല്ലാ മെമ്പേഴ്സിനും ഒരേ സാധ്യതയാണ് സാമ്പിളിലേക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ളത്. അതിനെയാണ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്ന് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഇൻവോൾവിംഗ് ദി സെലക്ഷൻ ഓഫ് എലമെന്റ്സ് ഫ്രം ആൻ ഓർഡേർഡ് സാമ്പിളിംഗ് ഫ്രെയിം. അതൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സാമ്പിളിംഗ് പ്രോസസ്സാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് സാമ്പിളിംഗ് ഫ്രെയിം ഓർഡർലി അറേഞ്ച് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഓരോ എലമെന്റ്സും സെലക്ട് ചെയ്യുന്ന ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. നെക്സ്റ്റ് വരുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. ഇറ്റ് ഈസ് എ സാമ്പിളിംഗ് മെത്തേഡ് ഇൻ വിച്ച് പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഹോമോജീനിയസ് ഗ്രൂപ്പ്സ് and a sample is randomly taken from the group. ഈ ഒരു സാമ്പിളിങ്ങിൽ ഈ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഓരോന്നായിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ഹോമോജീനിയസ് ക്വാളിറ്റീസ് ഉള്ള ഐറ്റംസ് എല്ലാം ഓരോ ഗ്രൂപ്പായിട്ട്, ഗ്രൂപ്പിനെ നമ്മൾ സ്ട്രാറ്റ എന്ന് പറയും. അതുകൊണ്ടാണ് സ്ട്രാറ്റിഫൈഡ് എന്ന് ഇതിന് പേര് വന്നത്. ഒരു സ്ട്രാറ്റ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ എലമെന്റ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ഇറ്റ് ഈസ് എ സാമ്പിളിംഗ് മെത്തേഡ് വേർ ഇൻ the members of the population are selected at random from naturally occurring group called cluster. ഈ ക്ലസ്റ്റർ സാമ്പിളിങ്ങിലും പറയുന്നത് ഒരുപാട് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ക്ലസ്റ്റേഴ്സ്, ഓരോരോ ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ നിന്നും സെലക്ട് ചെയ്യുന്നതിനെയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. കൂടാതെ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഉണ്ട്. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് it is a type of sampling and draw a sample from population using smaller and smaller groups at each stage. ഓരോ സ്റ്റേജിലും ഓരോരോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്നും ആദ്യം കുറച്ച് എലമെന്റ്സ് സെലക്ട് ചെയ്യും, വീണ്ടും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും, ആ ഗ്രൂപ്പിൽ നിന്നും വീണ്ടും കുറച്ച് എലമെന്റ്സ് സെലക്ട് ചെയ്യും. അങ്ങനെ മൾട്ടി സ്റ്റേജ് സെലക്ഷൻ പ്രോസസ് കൂടെ സാമ്പിൾ എടുക്കുന്നതിനെയാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സീക്വൻഷ്യൽ സാമ്പിളിംഗ് ആണ്. It is a sampling technique which involves evaluation of each sample taken from a population to see if it fits a desired conclusion. അതായത് ഓരോ സാമ്പിളും എടുക്കും, എന്നിട്ട് അത് നമ്മുടെ ഡിസൈഡ് കൺക്ലൂഷനിൽ എത്താൻ സ്യൂട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു സാമ്പിൾ എടുക്കും. അങ്ങനെ എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് സീക്വൻഷ്യൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. It is a sampling method in which not all members of the population have an equal chance of participating in the study.
നേരത്തെ പറഞ്ഞതിന് വിപരീതമായിട്ട് ഇവിടെ ഈ പോപ്പുലേഷനിലെ എല്ലാ മെമ്പേഴ്സിനും അല്ലെങ്കിൽ എല്ലാ എലമെൻസിനും തുല്യ സാധ്യത അല്ല ഇവിടെ ഉണ്ടാവുന്നത്. എല്ലാ എലമെൻസും ചിലപ്പോൾ സാമ്പിളിലേക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടാവില്ല, തുല്യ സാധ്യത ഇല്ല എന്നതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ പറയുന്നത്. അതിന് ടൈപ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഏതൊക്കെയാണ്? കൺവീനിയൻസ് സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, ആക്സിഡന്റൽ സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ് ആൻഡ് സ്നോബോൾ സാമ്പിളിംഗ്. First of all, convenience sampling. It is a sampling method in which it attempts to obtain sample from convenient element. നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള എലമെന്റ്സ് ഒക്കെ എടുത്തിട്ട് സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അതിനുണ്ടായിക്കൊള്ളണമെന്നുമില്ല. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കുന്ന കുറച്ച് എലമെന്റ്സ് എടുത്ത് സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. നെക്സ്റ്റ് പർപ്പസീവ് സാമ്പിളിംഗ് ആണ്, അല്ലെങ്കിൽ അതിനെ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്നൊക്കെ പറയുന്നു. It is a sampling method in which a researcher intentionally selects the sample based on some previous knowledge about the population. അതായത് നമുക്ക് ആ ലാർജ് യൂണിറ്റിനെ അല്ലെങ്കിൽ ആ പോപ്പുലേഷനെ കുറിച്ചുള്ള കുറച്ച് പ്രീവിയസ് നോളജ് ഉണ്ട്, അതിന്റെ ബേസിൽ കുറച്ച് സാമ്പിൾ ഇന്റൻഷനലി എടുക്കുകയാണ്. അതിനും ചിലപ്പോൾ ചില ക്വാളിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിനെ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് കൂടെ പറയുന്നത്. അതൊരു പ്രീവിയസ് ജഡ്ജ് ചെയ്ത് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്, ആ ക്വാളിറ്റീസ് പ്രകാരം സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിനാണ് പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. Next one, accidental sampling. It is a non-probability sampling that involves the sample being drawn from that part of the population that is close to hand. അതായത് നമുക്ക് ഏറ്റവും അടുത്ത കയ്യെത്തും ദൂരത്ത് പറ്റിയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാമ്പിളിങ്ങിനെയാണ് ആക്സിഡന്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്വോട്ട സാമ്പിളിംഗ്. ഇറ്റ് ഈസ് എ സാമ്പിളിംഗ് മെത്തേഡ് വേർ ഇൻ ഡാറ്റ ഈസ് കളക്റ്റഡ് ഫ്രം എ ഹോമോജീനിയസ് ഗ്രൂപ്പ്. അതായത് ഒരേ ക്വാളിറ്റി ഉള്ള കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാവും, ആ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എടുക്കുന്ന സാമ്പിളിങ്ങിനെയാണ് നമുക്ക് ക്വോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഒരേ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ മേ ബി അതൊരു സെക്സ് ആവാം, അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ക്ലാസ് ആവാം, അല്ലെങ്കിൽ സൊസൈറ്റി ക്ലാസ് ആവാം. അങ്ങനെയുള്ള ഒരേ ഹോമോജീനിയസ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്ന സാമ്പിളിങ്ങിനെയാണ് ക്വോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്നോബോൾ സാമ്പിളിംഗ് ആണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ നോൺ പ്രോബബിലിറ്റി മെത്തേഡ് യൂസ്ഡ് വെൻ ദ ഡിസൈർഡ് സാമ്പിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് റെയർ. അതായത് വളരെ റെയർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള സാമ്പിൾ സെലക്ട് ചെയ്യേണ്ടി വരുമ്പോൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു റിസർച്ചേഴ്സ് മറ്റ് റിസർച്ചേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ നെക്സ്റ്റ് ടോപ്പിക് സെലക്ട് ചെയ്യാൻ എടുക്കുന്ന പ്രോസസ്സാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗിൽ വരുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം, എസ് എ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ 3 മാർക്സ് ക്വസ്റ്റ്യൻസും ഈ ഒരു സെക്ഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, സാമ്പിൾ സൈസ്. ഇറ്റ് റെഫേഴ്സ് ടു നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഓർ ഒബ്സർവേഷൻസ് ഇൻക്ലൂഡ് ഇൻ എ സ്റ്റഡി. ഒരു സാമ്പിളിൽ അടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്. ഈ സാമ്പിൾ സൈസിന്റെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്? സാമ്പിൾ സൈസ് ഒപ്റ്റിമം ആവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്, അതായത് ഒരുപാട് വലുതാവാനും പാടില്ല, ഒരുപാട് ചെറുതാവാനും പാടില്ല, ഒപ്റ്റിമം ആയിരിക്കണം. അതിനും എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നാച്ചർ ഓഫ് പോപ്പുലേഷൻ. അതായത് നാച്ചർ ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഏത് തരം ലാർജ് യൂണിറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ചില സമയങ്ങളിൽ നമുക്ക് ഒരു വലിയ സാമ്പിൾ ആവശ്യമായി വരാം, ചില സമയങ്ങളിൽ ഒരു ചെറിയ സാമ്പിൾ ആവശ്യമായി വരാം. അത് ഏത് ടൈപ്പ് ഓഫ് യൂണിറ്റ് ആണ്, ഏത് ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പിന്നെ നമ്പർ ഓഫ് ക്ലാസസ് പ്രൊപ്പോസ്ഡ്, അതായത് ഒരുപാട് ക്ലാസ്സസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലാർജ് സാമ്പിൾ എടുക്കേണ്ടി വരും. പിന്നെ നാച്ചർ ഓഫ് സ്റ്റഡി, എന്ത് തരം പഠനമാണ് നമ്മൾ, എന്ത് തരം റിസർച്ചാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ളതും കൂടെ ഈ സാമ്പിൾ സൈസ് ഡിസൈഡ് ചെയ്യാൻ ഉള്ള ഒരു ഫാക്ടറാണ്. ചില കാര്യങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ സാമ്പിൾ സൈസ് ഷുഡ് ബി വെരി സ്മോൾ, അല്ലെങ്കിൽ ഒരു ജനറൽ സർവേ പർപ്പസിനാണെങ്കിൽ ഒരു സാമ്പിൾ സൈസ് വലുതാവാം. നെക്സ്റ്റ് ഡിറ്റർമിനന്റ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ്. അതായത് സാമ്പിൾ ടെക്നിക്സ് ആൾസോ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോളാണ്. അതായത് ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും സാമ്പിൾ സൈസ് ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഫാക്ടറാണ്. പിന്നെ ഡിഗ്രി ഓഫ് അക്യുറസി, എത്രത്തോളം കൃത്യത വേണമെന്നുള്ളതും. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ്, അതായത് ഫിനാൻസിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു അവൈലബിലിറ്റി കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എടുക്കുന്ന സാമ്പിളിൻ്റെ സൈസ് വരുന്നത്.
നെക്സ്റ്റ് വരുന്നത് സാമ്പിളിംഗ് എറർ ആണ്. ദ എറേഴ്സ് വിച്ച് അറൈസസ് ഡ്യൂ ടു ദ യൂസ് ഓഫ് സാമ്പിളിംഗ് സർവേ ആർ നോൺ ആസ് സാമ്പിളിംഗ് എറേഴ്സ്. അതായത് സാമ്പിളിംഗ് സർവേസ് നടത്തുമ്പോൾ വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്താണ്? ദീസ് ആർ ദി എറേഴ്സ് വിച്ച് ക്യാൻ ഇമ്പാക്ട് ദി ഫൈനൽ സർവേ എസ്റ്റിമേറ്റ്സ്. അതായത് ഫൈനൽ സർവേ നടത്തിയിട്ട് എസ്റ്റിമേറ്റ് കിട്ടുന്ന റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റ് എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ സാമ്പിളിംഗ് എറേഴ്സ്. അതായത് സാമ്പിളിംഗ് ചെയ്യുമ്പോൾ ഉള്ള എറേഴ്സ് അല്ലാത്ത മറ്റ് എറേഴ്സിനെയൊക്കെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്നാണ് പറയുക. നെക്സ്റ്റ് ഫൈനൽ ടോപ്പിക്കാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്, പ്രിൻസിപ്പൽസ് ഓഫ് സാമ്പിളിംഗ്. 2 പ്രിൻസിപ്പൽസ് ആണുള്ളത്. First one, the law of statistical regularity. Second one, the law of inertia of large numbers. Law of statistical regularity എന്ന് പറയുന്നത് a reasonably large sample selected at random from a large population will be representative of the characteristics of that population. അതായത് പ്രോബബിലിറ്റിയുടെ തിയറിയുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ലോ ആണ് ദ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. നെക്സ്റ്റ് വരുന്നത് ദ ലോ ഓഫ് ഇനേഷ്യ ഓഫ് ലാർജ് നമ്പർ. ഈ ലോ പ്രകാരം പറയുന്നത് ലാർജ് ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ഷോസ് എ ഹയർ ഡിഗ്രി ഓഫ് സ്റ്റെബിലിറ്റി ദാൻ സ്മോളർ വൺസ്. ഒരുപാട് ഡാറ്റ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കമ്മിൻ്റെ സ്റ്റെബിലിറ്റിയും വളരെ ഹൈ ആയിരിക്കുമെന്നാണ് ലോ ഓഫ് ഇനേഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സാമ്പിളിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും തന്നെ മിസ് ചെയ്യാതെ, സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ നിന്നുള്ള ഫുൾ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.